ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് വെക്കേഷനൊക്കെ ആയിട്ട് അടുത്ത ട്രിപ്പ് വന്നതാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ വന്നതാണ്. സൂപ്പർ വ്യൂ ആണ് കാണാൻ. ഞാൻ ആദ്യം ഒന്ന് വന്നു, അന്ന് ശരിക്കും ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് വിചാരിച്ചു ഇതിന്റെ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ആൾക്കാർ ഫുഡ് സെറ്റപ്പായിട്ടൊക്കെ അതൊക്കെ വന്നേക്കാണ്. എൽവിൻ എൽവിൻ വലിയൊരു വാട്ടർഫാൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബട്ട് കാണാൻ സൂപ്പർ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് വാട്ടർഫാൾസ്. ഇത് ഇനി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോണം. ഒരു ഇറക്കത്തിന്റെ തൊട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നത്. ഇന്നിപ്പോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. സൂപ്പർ. ഇതൊക്കെ പോണേ നിങ്ങള്. സൂപ്പർ വാട്ടർഫാൾ ഉണ്ട്. ഒത്തിരി പേര് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറക്കി കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്. പക്ഷെ ഇന്ന് എനിക്ക് അറിയത്തില്ല ഇത് കുളിക്കാൻ പറ്റുമോ എന്ന്. ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല ആ തിരക്കുണ്ട് അവിടെ. അത്ര ചെറിയ സ്പേസിലേ പറ്റത്തുള്ളൂ, പക്ഷെ എല്ലാവർക്കും കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല. വിന്റർ സമയത്തൊന്നും നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പൊ സമ്മറിന്റെ സമയം ബെസ്റ്റ് സമയമാണ്. അതാണ് ഇപ്പം നല്ല കറക്റ്റ് സമയമുണ്ട്. ആൾക്കാർ നല്ല, അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷനോടാണ്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങുന്നത്, ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കുവാണ്. ഇനിയുണ്ട്. ഒരു സൈഡ് എത്തിക്കഴിഞ്ഞാൽ അവര് സ്റ്റോപ്പ് ആക്കും. അപ്പോൾ അതിനപ്പുറം പോകണമെങ്കിൽ നമ്മുടെ റിസ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് വാട്ടർഫാൾസ്. വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വരുന്ന എല്ലാവരും തിരക്കാണ്. എങ്ങനെ ഇറങ്ങണമെന്ന് അറിയത്തില്ല. ഇത് കുറച്ച് പാടാ ഇറങ്ങി. ഇനി ഇത്ര പേര് അവർ ഓൺ റിസ്ക്. താങ്ക് യു. ഇതാണ് വാട്ടർഫോൾ. സൂപ്പർ സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലം. ഇനി പറയുന്നൊന്നും കേൾക്കത്തില്ലായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ റിസ്ക് വേണം ഇറങ്ങാൻ. അങ്ങനെ അവിടുന്ന് ഇവിടം വരെ ഇറങ്ങി. ഇത് പാടാണ് ഇറങ്ങുന്നത്. ാണ് സമയം. ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞ് കേൾക്കത്തില്ല. ഇവിടെ മൊത്തം ഭയങ്കര വെള്ളച്ചാട്ടത്തിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വെള്ളച്ചാട്ടമാണ് ഇവിടെ. ഏതാ?
നമ്മളെ വന്ന ഒരു ഇന്ത്യൻ ഫാമിലി ഉണ്ട്. ഇന്ത്യൻ തോന്നുന്നു. കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. 1 മാസം ഒന്നല്ലേ, 1-2 മാസം. ഇതുകൊണ്ട് കുഴപ്പമില്ല. സൂപ്പറായിട്ടുള്ള സീനറി. നമ്മളെ സിനിമയിലൊക്കെ കാണുന്നതിന്റെ കൂട്ടുള്ള സീനറിയാ. പക്ഷെ ഇവിടെ നിന്ന് ആരും നശിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാരും ഇത് അത്രയൊന്നുമല്ല. വിന്റർ സമയത്ത് ഇവിടെ നിന്ന് വരാൻ പറ്റത്തില്ല. കള്ളും മുള്ളും നിറഞ്ഞ വഴികളാണ്. അത് മൊത്തം ഭയങ്കര കല്ല് അധികം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാല് ഭയങ്കര വേദന. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഡൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം റോക്കുണ്ട്. ഡൈവ് ചെയ്യാൻ പറ്റത്തില്ല. ലൈവ് ഇല്ല. ഈ എല്ലാവരും പിടിച്ചോണ്ട് പോകല്ലേ. ഇവിടെ വലിയ ആഴമില്ല. ോട്ട് പോയി ഇതാണ് നമ്മുടെ അടുത്തുള്ള വാട്ടർഫാൾസ്. അതിമനോഹരമാണ്. എല്ലാവരും വന്നിട്ട് കയറി പോവാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ മാത്രമേ. അങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ കയറി വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിൽ തിരിച്ച് കയറുവാണ്. തിരിച്ച് നല്ല ഒരു കയറ്റമുണ്ട്. ആ കയറ്റം കയറണം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? നമ്മള് വന്നതാണ്. പക്ഷെ അന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ശ്രദ്ധിച്ചോ, ഈ പാറകൾ ആരെ അടുക്കി വെച്ചിട്ടുള്ളത്. ഓരോരുത്തരും വന്നിട്ട് നമ്മുടെ നാട്ടിൽ പേര് എഴുതുന്നതിൻ്റെ തൊട്ട് ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ വന്നിട്ട് അവരവർ വന്നതിന്റെ അറിയിക്കാൻ വേണ്ടി. എല്ലാ ഭൂമിയിലൊക്കെ വല്ല വന്നു കഴിഞ്ഞാൽ മൊത്തം അല്ലേ. ഇത് സപ്പോർട്ട് ഒന്നും ഇല്ലാതാണ് നാച്ചുറലായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അതിങ്ങനെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്ത് എന്തായാലും പ്രശ്നമുണ്ടില്ല. ഇനി തിരിച്ച് മലകയറ്റമാണ്. എന്നെ സംബന്ധിച്ച് ഇത് കേറുക ദുഷ്കരമാണ്. ഈ തിരിച്ച് സ്റ്റെപ്പ് കയറുക പാടല്ലേ. ഒരു ദിവസം ഒരു 2 പ്രാവശ്യം ഇതിൽ കയറിയാ മതി. പകുതി വെള്ളം കുറയും. അതെ. ചെവിക്കകത്തുനിന്നൊക്കെ ഇനി സ്വർണം കിട്ടുമോ?
പക്ഷെ നമ്മൾ നിന്ന സൈഡ് നല്ല ഒഴുക്കുള്ള സൈഡാ, അതുകൊണ്ട് അവിടെ അത്ര ചെളിയില്ല. ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി അത് അങ്ങോട്ട് തെറ്റ്, നല്ല സ്ലിപ്പാവും. സ്റ്റെപ്പ് കയറി കയറി അണക്കുന്ന. എന്നാലും നമ്മൾ വന്ന സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്നപ്പോ എല്ലാവരും മാറി തന്ന തിരിച്ചോ. വിജയ്ക്ക് ആരോ പണി കൊടുത്തല്ലോ തിരിച്ചിറങ്ങി. വിജയ്ക്ക് ആരോ പണി കൊടുത്തല്ലോ തിരിച്ച്. അത്രയും താഴെ നമ്മൾ പോയത്. പലരും പറയും ഇത് കുഗ്രാമമാണ്, പക്ഷെ കുഗ്രാമമാണെങ്കിലും ഇതിന്റെ സൗന്ദര്യം വേറെ സിറ്റി കിട്ടുമോ? സംഗതി ഒത്തിരി ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു വേറെ വൈബാണ്. അപ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് തിരിച്ച് മടങ്ങുകയാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ആദ്യം വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡിഫറെൻ്റ് ഒരു വ്യൂ ആയിരുന്നു. ആദ്യം നമ്മൾ ഓസ്ട്രേലിയ വരുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് ഓസ്ട്രേലിയ ഫുള്ള് എന്താണ് ഇങ്ങനെ സിറ്റിയും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൊണ്ട് വിശാലം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു പർട്ടിക്കുലർ ഏരിയാസ് മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അല്ലാത്തതെല്ലാം ഇതുപോലെ റൂറൽ ഏരിയയാണ്. റൂറൽ ഏരിയയിൽ നമ്മൾ ആദ്യം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സ്വന്തമായിട്ടുള്ള വണ്ടി, നമ്മളവിടെ സ്വന്തമായിട്ടുള്ള വണ്ടിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉള്ള മരങ്ങളും അരുവികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതേ ഒരു ഫീലാണ് നമുക്ക് ഈ ഓസ്ട്രേലിയയിൽ ഉൾനാടുകളിൽ വന്നു കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വിശാലമായി ഇങ്ങനെ കിടക്കുന്ന മലകളും മരങ്ങളും പുഴകളും അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ എല്ലാവരും ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോവുക, ഇതുപോലുള്ള ഔട്ട്ഡോറുകൾ ക്യാമ്പ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണിത്. ഇത് ഇങ്ങനെ ഇപ്പോൾ ഈ ഓട്ടം സമയത്തൊക്കെ ആകുമ്പോഴേന് കുറച്ചുകൂടെ നല്ല പച്ചപ്പും ഈ ഒരു ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നത്. മറ്റേത് കാണാൻ കുറച്ചുകൂടെ ഭയങ്കര രസമാണ്. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല പച്ചപ്പും. പിന്നെ ഓട്ടം വരുമ്പോഴേന് ഈ മരങ്ങൾ, ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഒരു ഗോൾഡൻ കളറിലുള്ളൊരു കളറാവും. അപ്പം അത് കാണാനും അതിമനോഹരമാണ്. ഇപ്പം ചൂടായതുകൊണ്ടാണ് ഇതെല്ലാം ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്, ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നത്. മറ്റേത് കാണാൻ നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ പോകുന്ന വഴിയെല്ലാം നമുക്കൊരിക്കലും മുഷിയത്തില്ല. എത്ര നമ്മളിവിടെ ലോങ് ഡ്രൈവ് പോകുമ്പോഴും ഇതുപോലുള്ള ഉള്ളിലോട്ടൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളാണ് മൊത്തം കാണുന്നത്. പിന്നെ റോഡുകളെന്ന് പറഞ്ഞാൽ അധികം ഈ ഉള്ളിലോട്ട് റോഡുകളെന്ന് പറഞ്ഞാൽ അധികം വീതിയുള്ള റോഡുകളായിരിക്കത്തില്ല, ഇതുപോലുള്ള റോഡുകളായിരിക്കും. എന്നാലും അവരവരവരെ മാക്സിമം എല്ലാവരും നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. ഇപ്പം ഒത്തിരി ഡെവലപ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്നും അധികം ഡെവലപ്ഡ് അല്ല, പക്ഷേ പ്രകൃതി രമണീയമാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.